ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിയുടെ ഭൗതിക ശരീരം വടകര ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വടകരയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വെച്ചോട്ടെ ഒന്ന് വെച്ചോന്നൊന്ന് ബാക്കോട്ട് മാറിയതോളൂ. ലേശം ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ എന്നിട്ടാക്കാം. സഖാവ് പാലേരി രമേശൻ്റെ വേർപാട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കുറച്ചു കാലമായി അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു. രമേശൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നവോത്ഥാന നായകനായിട്ടുള്ള വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. തൊഴിലില്ലായ്മ നാട്ടിലെമ്പാടും വലിയ വിഷമം സൃഷ്ടിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് അതിനെ മറികടക്കുന്നതിന് വാഗ്ഭടാനന്ദൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിച്ചത്. രമേശൻ്റെ പിതാവായിരുന്നു കുറേ കാലം ഈ സ്ഥാപനത്തെ നയിച്ചിരുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്ന് ലോകത്തിലാകെ അറിയപ്പെടുന്ന ഒരു സഹകരണ സംഘമാണ്. അത്ഭുതകരമായിട്ടുള്ള പുരോഗതിയാണ് ഈ സൊസൈറ്റിക്കുണ്ടാക്കിയത്. അത്തരമൊരു പുരോഗതി ഉണ്ടാക്കുന്നതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കാണ് രമേശൻ നിർവഹിച്ചത്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ നമ്മുടെ നാട്ടിലെമ്പാടും ഒട്ടേറെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെപ്പോലെ ഇത്രമേൽ പുരോഗതി പ്രാപിച്ച മറ്റൊരു നിർമ്മാണ തൊഴിലാളി സഹകരണ സംഘം എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്ന് ലോകത്തിലാകെ അറിയപ്പെടുന്ന മാതൃകാപരമായിട്ടൊരു സഹകരണ സംഘമാണ്. അത്തരമൊരു നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ രമേശൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. പാലേരി രമേശേട്ടൻ എന്ന് പറയുമ്പോൾ അത് വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു വികാരമാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകൾക്ക് അദ്ദേഹം എന്തായിരുന്നു എന്ന് അവതരിപ്പിക്കാൻ പ്രയാസമാണ്. അത്രയേറെ നിഷ്കളങ്കമായ പെരുമാറ്റവും മാന്യമായ രീതിയിലുള്ള ഇടപെടലും അത് മറക്കാനാവാത്ത ഒരനുഭവമാണ്. ഞാനുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയ വേർതിരിവുകളെക്കുറിച്ച് ഞങ്ങളുടെ അടുത്തൊന്നും ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. എല്ലാവർക്കും ആശ്രയിക്കാവുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളിലും വളരെ ഏത് പ്രയാസങ്ങളും ഏത് പ്രശ്നങ്ങളിലും നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമുക്കൊരു സത്യം പറഞ്ഞാൽ ഒരു അഭയമായി പലപ്പോഴും പല വിഷയങ്ങളിലും പ്രയാസപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ
വലിയ മാതൃക അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിന് അയാൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമുക്കിതൊരു ഒരു ഒരു വല്ലാത്ത വേദനയാണ്. രമേശ് ചേട്ടൻ അങ്ങനെ ഒരു 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 ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച അതായത് അദ്ദേഹത്തിൻ്റെ ആ സമീപനമാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലാണ്, അദ്ദേഹത്തിൻ്റെ വിനയം. ഒരു മനുഷ്യൻ്റെ വിനയം കൊണ്ട് ലോകം കീഴ്പ്പെടുത്താം എന്ന് സാധാരണ പറയും. എന്നാൽ വിനയം കൊണ്ട് ലോകം കീഴ്പ്പെടുത്തിയ മനുഷ്യനാണ് പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ എന്നാണ് ഈ അവസരത്തിൽ. പാലേരി രമേശേട്ടൻ്റെ വിയോഗം അത് ഊരാളുങ്കലിന് മാത്രമല്ല, അത് കേരളത്തിന് തന്നെ അതൊരു തീരാ നഷ്ടമാണ്. ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അത് ലോകമറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ രമേശേട്ടൻ്റെ കൈകൾ തന്നെയാണ്. ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മോട് വിട പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ച് അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ച സമയത്ത് അദ്ദേഹത്തിന് നല്ല വ്യത്യാസമുണ്ട്. ഒരു മാസം കൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ചുമതലകളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നതും കാത്ത് പ്രതീക്ഷയോടുകൂടിയിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഷോക്കിംഗ് ന്യൂസായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും തൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിട്ടാണ് രമേശേട്ടൻ യാത്രയാകുന്നത്. രമേശേട്ടനോട് എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ദേശീയപാതയുടെയും മറ്റും വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഊരാളുങ്കലിൻ്റെ മുന്നിലൂടെയുള്ള ദേശീയപാത എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റെടുക്കാഞ്ഞത്? അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അത് വല്ലാത്തൊരു ഞങ്ങൾക്കും ആ കാര്യത്തിൽ വലിയ സങ്കടമുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട്. വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹത്തോട് എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, എല്ലാം ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു രമേശേട്ടൻ എന്ന് പറയുന്നത്. 10,000-കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനത്തെ എത്ര വിദഗ്ധമായാണ്, എത്ര മനോഹരമായാണ് രമേശേട്ടൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഊരാളുങ്കലിൻ്റെ ഓരോ ജീവനക്കാർക്കും ഒരു സഹോദര സ്നേഹമായിരുന്നു രമേശേട്ടനോടുണ്ടായിരുന്നത്. എന്തായാലും ഒരു അത്ഭുത പ്രതിഭയാണ്, ഒരു മഹാരഥനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ നാടിൻ്റെ ദുഃഖത്തോടൊപ്പം BJPയും പങ്കുചേരുകയാണ്. പാലേരി രമേശേട്ടൻ്റെ വിടവാങ്ങൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ അനാഥമാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് തൊഴിലാളികളുടെ ഒരു സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ലോക നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തുകയും ലോകത്തെ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സഹകരണ സ്ഥാപനമാക്കി വളർത്തിയെടുക്കുകയും ചെയ്തത് രമേശേട്ടൻ്റെ ദീർഘവീക്ഷണവും ഭാവനാപൂർണമായ സമീപനവും സമർപ്പിതമായ മനസ്സും എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു വന്ന വിനയവും ലാളിത്യവും ഇതിൻ്റെ എല്ലാം ഒരു പ്രതീകമായിരുന്നു പാലേരി രമേശേട്ടൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ ഒരു അവതാരമായിരുന്നു അദ്ദേഹം. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഇന്ത്യയിലെ ഒരു സഹകരണ സ്ഥാപനത്തെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചു എന്നത് ഒരുപക്ഷെ ആർക്കും സാധ്യമാവാത്ത അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അത് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, IT മേഖലയിലും അതുപോലെ പരിശീലന കേന്ദ്രങ്ങളും ഏറ്റവും അവസാനം വന്ന പകൽ വീടുകളും ജീവകാരുണ്യത്തിൻ്റെയും മാനുഷികതയുടെയും ഒരു പ്രതീകമായിരുന്നു അദ്ദേഹം. 2013 ഞാൻ കോഴിക്കോട് ജില്ലാ ബാങ്കിൻ്റെ അധ്യക്ഷനായിരുന്നപ്പോൾ രമേശേട്ടൻ അവിടെ വരികയാണ്. ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ലോകത്തിലാദ്യമായി ഒരു സഹകരണ സ്ഥാപനത്തിന് ഒരു IT
കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ്. അങ്ങനെയാണ് UL സൈബർ പാർക്ക് വരുന്നത്. കോഴിക്കോട് അത്തരമൊരു സംരംഭത്തിന് ആലോചന വന്നപ്പോൾ ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ പടർന്നു വ്യാപിച്ച് കിടക്കുന്ന ഒരു സൈബർ വിങ് ഈ കോഴിക്കോടിന് സാധ്യമാണോ എന്ന് പലരും സംശയിച്ചിരുന്നു. അതിൻ്റെ മൂലധനത്തിന് വേണ്ടി അദ്ദേഹം കോഴിക്കോട് ജില്ലാ ബാങ്കിനോട് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രത്യേകമായൊരു കാര്യം, സഹകരണ മേഖലയിൽ ഒരു സൈബർ പാർക്ക് ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ പണം സഹകരണ മേഖലയിൽ നിന്ന് തന്നെ കണ്ടെത്തണം. ഞങ്ങൾക്ക് പലരും പണം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ GM മുജീബ്, ഞങ്ങളുടെ ഭരണസമിതി, അവരെല്ലാം രമേശ് ചേട്ടനുമായും അദ്ദേഹത്തിൻ്റെ ക്രൂവുമായും സംസാരിച്ച് അങ്ങനെ ജില്ലാ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടാണ് അതിന് പണം കണ്ടെത്തിയത്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ധനവിഭവസമാഹരണത്തിന് വേണ്ടി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കൺസോർഷ്യം എന്ന ആശയം ആദ്യമായി തുടങ്ങുന്നത് രമേശ് ചേട്ടനും ഞാനുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ്. യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയ്ക്കും വടകരക്കും കനത്ത പ്രഹരമാണ് രമേശ് ചേട്ടൻ്റെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ലോകോത്തര നിലവാരത്തിലേക്കും അത് വൈവിധ്യവൽക്കരിക്കാനും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എക്കാലവും സ്മരിക്കപ്പെടും. കാരണം വളരെ ചെറിയ നിലയിൽ തുടങ്ങി വാഗ്ബടാനന്ദൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ അവസാന നിമിഷം വരെ വിവിധ മേഖലകളിലേക്ക് ഈ ലേബർ കോൺട്രാക്ട് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അതിൻ്റെ നെടും നായകത്വം വഹിച്ച ഒരു അമരക്കാരനായിരുന്നു രമേശ് ചേട്ടൻ. ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ കേവലം ഒരു കോൺട്രാക്ട് വർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈബർ സ്ഥാപനങ്ങൾ നടത്തുക എന്നതിലുപരി കേരളത്തിലെ പ്രതിസന്ധികൾ വന്ന എല്ലാ ഘട്ടങ്ങളിലും അവിടെ ULCCയുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ULCCയുടെ എല്ലാ ടെക്നോളജിയും അവരുടെ എല്ലാ യന്ത്രങ്ങളും എല്ലാ ഉപകരണങ്ങളും എല്ലാ വാഹനങ്ങളും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം രോഗശയ്യയിൽ നിന്ന് തന്നെയാണ് അന്ന് രമേശ് ചേട്ടൻ നേതൃത്വപരമായ പങ്ക് അതിന് കൊടുത്തതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറത്ത് എല്ലാവരെയോടും വളരെ വിനയത്തോടു കൂടി സംസാരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും സ്ഥാപനമാക്കി അതിനെ വളർത്തിക്കൊണ്ടുവരാനുണ്ടായ ഒരു വല്ലാത്ത വൈദഗ്ധ്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരം മേഖലകളിലും 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു സമാന്തര സർക്കാർ എന്ന നിലയിൽ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഉച്ചസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാനായ സഹകാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അദ്ദേഹം തുടങ്ങിവെച്ച ആ മാതൃക തുടരാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. അദ്ദേഹത്തിനുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് 10,000-കണക്കിന് തൊഴിലാളികൾ, ജീവനക്കാർ, അതുപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നാട്ടുകാർ, അങ്ങനെ എല്ലാ തലത്തിലും ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ നമ്മളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണഭൂമിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സഹകരണ സംഘം ഉണ്ടാക്കുകയും ഏറ്റവും സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തു മാത്രമല്ല, ഈ ഏറ്റവും താഴേക്കടയിലുള്ള ഒരാൾ സൊസൈറ്റിയിൽ കയറി ചെന്നാൽ പോലും അയാളെ സ്വീകരിക്കാനും സംസാരിക്കാനും അയാളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും രമേശ് ചേട്ടൻ കാണിക്കുന്ന ഒരു വൈഭവം മറ്റ് ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധന്മാരും കാണിക്കാത്തതാണ്. രമേശ് ചേട്ടൻ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവസാനത്തെ തൊഴിലാളിയും അവസാനത്തെ ആളുകളുമായും ഏറ്റവും അടുത്ത സൗഹൃദം ബന്ധം പ്രവർത്തിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരാളെ ഈ സൊസൈറ്റിക്കോ ഈ നാടിനോ ഭാവിയിൽ ഉണ്ടാവില്ല. ഈ രമേശ് ചേട്ടൻ്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. രമേശ് ചേട്ടൻ്റെ വിടവ് നികത്തി സൊസൈറ്റിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്കുള്ളൊരാഗ്രഹം. പാലേരി രമേശ് ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പാലേരി ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു, വലിയ സംഭവമായിരുന്നു. നമ്മുടെ നാട്ടിൽ തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്
തൊഴിൽ നൈപുണ്യത്തെക്കുറിച്ച്, ഉൽപ്പാദന മേഖലയെക്കുറിച്ച്, തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു മഹാമനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട രമേശേട്ടൻ. അദ്ദേഹത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു ചിന്തയുമില്ലാതെ പൊതുസമൂഹത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു തൊഴിൽ സംസ്കാരം കെട്ടിപ്പടുത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു, ഒരു രാജ്യസ്നേഹിയായിരുന്നു, എല്ലാവരെയും ഒരുപോലെ കണ്ട ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട രമേശേട്ടൻ. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ, അദ്ദേഹത്തിൻ്റെ ഈ യാത്ര നമ്മുടെ പ്രദേശത്തെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് ഒരു തീരാ നഷ്ടമാണ്. ഇത് നികത്താൻ വലിയ പാടുപെടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും അദ്ദേഹം കാണിച്ചെന്ന പാത ഈ സമൂഹത്തിന് വലിയൊരു രാജപാതയാണ്. ആ പാതയിലൂടെ ഈ തൊഴിൽ സംസ്കാരം വളർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. രമേശൻ പാലേരിയുടെ മരണം നമ്മുടെ നാടിൻ്റെ വികസന രംഗത്തുണ്ടായ മാറ്റത്തിൻ്റെ പ്രതീകമായി ജീവിച്ച ശ്രീ രമേശൻ പാലേരി ഇന്ന് കുറച്ച് രോഗാസുരമായ അന്തരീക്ഷത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് തന്നെ പുതിയ വികസന രംഗത്തുള്ള മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ച ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ഒരു 10-30 വർഷക്കാലത്തെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയ ശ്രീ രമേശൻ പാലേരിയുടെ ജീവിതം ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു കഴിഞ്ഞ അവസാന കാലം. അത് നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റത്തിനും വഴികാട്ടിയായി പോകുവാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായ മരണം നമ്മെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെയും മറ്റ് വികസന രംഗത്തും മറ്റെല്ലാ രംഗത്തും നാടിൻ്റെ പുരോഗതി കൈവരിക്കുന്ന ആളുകൾക്കും ദുഃഖമുണ്ടാക്കിയതാണ്. ഈ നാട്ടിൻ്റെ എല്ലാ ദൈനംദിന മേഖലകളിലും ആളുകളെ സഹായിക്കുവാനും അതുപോലെ കുടുംബങ്ങളെ സഹായിക്കുവാനുമൊക്കെ ദീപ്തമായ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ശിരസ്സ് വഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലോകശ്രദ്ധ നേടിയ സഹകരണ മേഖലയിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന സ്ഥാപനത്തെ ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയൊരു മനുഷ്യൻ, പാലേരി രമേശേട്ടൻ എന്ന ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. ഏതൊരു വിഷയത്തിന് രമേശേട്ടനെ സമീപിച്ചാലും സൗമ്യതയോടുകൂടെ തന്നെ ഒരു ചെറുപുഞ്ചിരിയായി സ്വീകരിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പരിഹരിക്കാം, ചെയ്യാവുന്നത് വേണ്ട രീതിയിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 വർഷക്കാലം ഒരു അധ്യക്ഷ സ്ഥാനത്തിരുന്ന എനിക്ക് വടകര ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏറ്റവും നല്ല പിന്തുണയും പ്രചോദനവും തന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ വിയോഗ വാർത്ത രാവിലെ അറിഞ്ഞതു മുതൽ വലിയ ഞെട്ടലായിരുന്നു. എന്തായാലും രമേശേട്ടനെ സ്നേഹിക്കുന്ന ഈ കേരളക്കരയിലെയും ലോകത്തിൻ്റെയും നാനാഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വലിയൊരു പ്രയാസവും വേദനയും ഉളവാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ എല്ലാവരും മരണവാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. രമേശൻ ലോക മലയാളികൾ അറിയുന്ന ഒരു വലിയ മനുഷ്യനാണ്. അതൊരു അതിശയോക്തിയായിട്ടുള്ള ഭാഷയല്ല. ലോകത്തെവിടെ മലയാളികളുണ്ടെങ്കിലും രമേശൻ അറിയാം. ഒരു തലക്കനമില്ലാത്ത എല്ലാ ആളുകളെയും ഒരുപോലെ കാണുന്ന സമചിത്തതയുള്ള ഇത്രയും സ്നേഹനിർഭരനായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും മരണാനന്തരം പറയുന്ന ഒരു വാക്കുണ്ട്, ആ വിടവ് നികത്താനാവില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പകരം ആ വ്യക്തിയല്ലാതെ മറ്റൊരാൾക്കാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ രമേശന് പകരം വെക്കാൻ രമേശനല്ലാതെ മറ്റൊരാളില്ല എന്നതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദേഹവിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രമേശേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ തേടിയെത്തുന്ന ആളുകൾക്ക് ഒരു സാന്ത്വനം പകരുന്നൊരു മനുഷ്യൻ. എപ്പോഴും നോക്കിയാലും ആ മുഖത്തൊരു ചിരിയുണ്ടാകും. തന്നെ തേടി ആര് വന്നാലും അവരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയും കാര്യങ്ങൾ കേൾക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കും, അതിനൊരു മറുപടി ഉണ്ടാകും. തീർച്ചയായും വടകരയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
വടകര രണ്ടായി മുറിയുമെന്നും നീയൊക്കെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് ചോദിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു വടകര ഈ തൂണിന്മേൽ പാത എന്ന ആശയം അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. വടകരയിലെ എല്ലാ സാമൂഹ്യ സംഘടനകളെയും രംഗത്തിറക്കിയതിൽ മുഖ്യമായ പങ്ക് വഹിച്ച ഒരു ആളായിരുന്നു രമേശ് ചേട്ടൻ. നാളെ 11 മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.